ഹായ് ഫ്രണ്ട്സ്, സീമാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ശനിയാഴ്ചത്തെ വ്ളോഗാണ് കേട്ടോ. അതായത് ശനിയാഴ്ചത്തെ എല്ലാവരും കാലത്ത് തന്നെ ഡ്രസ്സ് മാറി ഞങ്ങൾ പുതുക്കാട് പള്ളിയിലേക്ക് പോവാണ് കേട്ടോ. കാരണം ജോബിയാൻ്റെ അമ്മ മരിച്ചിട്ട് 4ാമത്തെ കൊല്ലാണ്. അപ്പോൾ പുതുക്കാട് പള്ളിയിലാണ് കുർബാനയൊക്കെ കേട്ടോ. അപ്പോൾ കാലത്ത് 7 മണിക്കാണ് കുർബാന. അപ്പോൾ 6:30 ഞങ്ങൾ ഇറങ്ങി. കാലത്തായ കാരണം പിന്നെ വലിയ തിരക്കൊന്നും ഇല്ലല്ലോ റോഡുകളിൽ. അങ്ങനെ പള്ളിയിലെത്തി. പള്ളിയിൽ അന്നാണെങ്കിൽ പള്ളിയിൽ പെരുന്നാളിൻ്റെ കൊടികയറ്റത്തിൻ്റെ ഇതൊക്കെയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. കാലത്ത് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ഇഡ്ഡലിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ ബിരിയാണി എന്ന് പറയുന്നത് ഞാൻ മുന്നൊരു ബിരിയാണി പേസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഞാൻ ആ വീഡിയോയൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ വയ്ക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൂത്ത നാത്തൂനും അവരുടെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ നാത്തൂനൊക്കെ കാനഡയിലായ കാരണം അവരില്ല. പിന്നെ ഒരു ചേച്ചിക്ക് വരാനും പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയുടെ അമ്മ വീട്ടിലുള്ളത് കൊണ്ട് വയ്യാത്തതാണ്. അപ്പോൾ പിന്നെ അധികം പേരുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ കുറച്ച് പേര് കൂടിയിട്ട് ഒരു 10-12 പേരുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഉച്ചയ്ക്ക് 2 കിലോൻ്റെ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഈ പേസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, മറ്റേ ബിരിയാണി പേസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അതും പിന്നെ ഒരു സൈഡിൽ ചിക്കൻ കറികളും വെക്കില്ല കേട്ടോ. അപ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ടേസ്റ്റ്. അതായത് നമ്മുടെ തമിഴ്നാട് സ്റ്റൈലിലുള്ള ബിരിയാണി ആയിട്ടാണ് കേട്ടോ ഇത് വരിക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗീ റൈസാണ് വെക്കാമെന്ന് വിചാരിക്കും. പക്ഷേ അതിലേക്ക് നമ്മൾ ഈ കുറച്ച് മസാല, ഈ ബിരിയാണി പേസ്റ്റ് കുറച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്, നല്ല മണവും ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ നമ്മൾ പൊടിക്കാത്ത മസാലകൾ മാത്രം ഇടുന്ന സമയത്ത് അതിൽ കുറച്ച് സബോളയും ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പച്ചമുളകിൻ്റെ പേസ്റ്റും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് വരും. അപ്പോൾ ഞാൻ 2 ലിറ്ററിൻ്റെ 2 ലിറ്റർ 10 ലിറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുക്കർ മേടിച്ചത് കേട്ടോ. കുറച്ച് നാളായി. പക്ഷെ ഞാൻ 2 കിലോനും പിന്നെ വെള്ളമൊക്കെ ആയിട്ട് ഒഴിച്ചപ്പോൾ ഭയങ്കരമായിട്ട് നിറഞ്ഞു ഇതിലേക്ക്. അപ്പോൾ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നിറഞ്ഞു വന്നിട്ടാ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ വേവണ നേരത്തെ ബുദ്ധിമുട്ട് വരാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് കറക്റ്റായിട്ട് ഒരു വിസിലടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ തന്നെ എടുത്തു. കാരണം എന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിൽ അതിങ്ങനെ ചൂട് തട്ടിയിട്ട് വേവ് കൂടുന്നുണ്ടല്ലോ എന്ന് വെച്ചിട്ട് എന്നിട്ട് വേറെ പാത്രത്തിലേക്ക് പകർത്തുകയാണ് ചെയ്തേട്ടാ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ കറി നന്നായി ഫ്രൈ ചെയ്തിട്ട് നല്ല തിക്ക് ഗ്രേവിയിലെടുത്തു. നമ്മൾ ഈ ബിരിയാണിക്ക് സബോള വറക്കില്ലേ, ആ സബോള വറക്കണത് കുറച്ച് നമ്മുടെ ചിക്കൻ കറി ഇങ്ങനെ കറിയൊക്കെ വെച്ച് കണ്ട് കഴിഞ്ഞ ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ചെയ്യാത്തവർ വല്ലവരും ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയോളൂ കേട്ടോ. അതായത് ഇപ്പം നമ്മൾ ചിക്കൻ കറി വെച്ചിട്ട് കുറച്ച് സബോള ഇങ്ങനെ വറുത്തെടുക്കാമെന്ന് വെച്ച് കഴിയുമ്പോൾ എന്നിട്ട് അതിലേക്ക് മിക്സ് ചെയ്യും, നല്ല ടേസ്റ്റ് കിട്ടാം. അപ്പോൾ മക്കളൊന്നും തിന്നാൻ നേരമായിട്ടില്ല. അതുപോലെ തന്നെ ചേച്ചിയുടെ മക്കളും അവർക്ക് കുറച്ച് നേരം വൈകി വന്നിട്ട്. അപ്പോൾ എല്ലാവരും പല ട്രിപ്പിലായിട്ടാണ് ഊണ് കഴിക്കാനൊക്കെ ഇരുന്നത് കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. 1:30 തുടങ്ങിയിട്ട് ഊണ് കഴിക്കുന്നത് കഴിയുന്നത് 3 മണിക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പല സമയത്താണ് ഊണ് കഴിക്കാൻ ഇരുന്നത്. കാരണം വിശപ്പില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഊണ് കഴിച്ചു. അപ്പോൾ ചേച്ചി പാരഗ്രാഫിന് പൂച്ചേനൊക്കെ കാണിച്ചു കൊടുത്ത് ഊണ് കഴിക്കണു. ചെറിയ കുട്ടി മൊബൈൽ നോക്കി ഊണ് കഴിക്കണു. അങ്ങനെ ചേച്ചിയുടെ ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ചേട്ടത്തിരി നേരം വൈകി പുറത്ത് പോയിട്ട് വന്ന് അപ്പോൾ അങ്ങനെ വർത്താനം. അത് കഴിഞ്ഞ് ഉച്ചതിരിഞ്ഞ് ചായ കുടിക്കാൻ എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞ് അവർ പോവാന്ന് പറഞ്ഞു. അപ്പോൾ അമ്മേരെ ഫോട്ടോ ഞാൻ ലാസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിഷയം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.